ഹലോ ഗൈസ്, എന്താണ് വിശേഷങ്ങൾ? സുഖമല്ല എല്ലാവർക്കും. ഇന്ന് ഞാൻ ഒരു ഈവനിങ് വ്ളോഗ് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈവനിങ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല, എന്നാലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെറിയ ചെറിയ പരിപാടികൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും സെയിം ആണോ? അല്ല, എന്നും വ്യത്യാസമാണ്. എന്നാലും ഇന്നത്തെ വ്ളോഗ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇന്നെന്താ, ആദ്യം തന്നെ നമ്മുടെ പാല് ചൂടാക്കാൻ വെച്ചു. വന്നു കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിച്ചാലാണ് ഒരു ഉഷാറ്. സോ കുളിച്ച് കഴിഞ്ഞ് വന്ന് ആദ്യം ചെയ്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഗ്യാസ് ഓണാക്കി പാല് വെച്ചു. അതിൻ്റെ കൂടെ ഞാനിതേ ബ്രെഡിൽ കുറച്ച് ന്യൂട്രലൊക്കെ പുരട്ടി മക്കൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ്. സോ നമുക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സൈഡത്തെ മക്കളും എല്ലാവരും വരും. അപ്പോൾ എല്ലാവർക്കും ഉള്ള സംഭവങ്ങൾ ഇവിടെ റെഡിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ കഴിക്കുന്നുണ്ട്, കാരണം എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ. അതിൻ്റെ കൂട്ടത്തിൽ കാശ് വന്നിട്ട് അതൊക്കെ ഓരോ സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്. എന്തായാലും അപ്പോഴത്തേനും നമ്മുടെ പാല് വിസിലടിച്ചു. വിസിൽ ഓഫ് ചെയ്തു, ഗ്യാസ് ഓഫ് ചെയ്തു. ഞാനൊരു കാപ്പി അങ്ങ് ഉണ്ടാക്കി. കാപ്പി കുടിച്ചില്ലെങ്കിൽ ഒരു ഉഷാറ് കുറവാണ്. അങ്ങനെയുള്ളവർ ഇഷ്ടം പോലെ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഹെൽത്തൊക്കെ നോക്കുന്നവർ ചിലപ്പോൾ കാപ്പി ഒഴിവാക്കുന്നുണ്ടാവും, ഐ ഡോണ്ട് നോ. പക്ഷേ ഞാൻ അത്ര കണ്ട് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടില്ല. ചിലപ്പോൾ ആവാം, കുറച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആവാം. എന്താ പറയുക, വണ്ണം ഓരോ ദിവസം കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഞാൻ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാം എന്തെങ്കിലും ഒരിക്കൽ. പക്ഷെ ഇപ്പം അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ഒരു കോഫി കുടിക്കലാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം വൈകുന്നേരത്ത്. അപ്പോൾ എന്തായാലും മോൻ മേത്തുനിന്ന് ഇറങ്ങുന്നതിനനുസരിച്ചാണ് കാപ്പി ഉണ്ടാക്കലും കുടിക്കലും പരിപാടികളൊക്കെ. കാരണം അവനെ വന്നു കഴിഞ്ഞാൽ, എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്നേഹപ്രകടനം കുറച്ച് കൂടുതലാണ്. അപ്പോൾ അവൻ മേത്തുനിന്ന് ഇറങ്ങണ പരിപാടിയില്ല. എന്തായാലും ഇന്ന് അവൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് എനിക്ക് കാപ്പിയൊക്കെ നല്ല സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റി. സോ ഞാൻ കാപ്പിയൊക്കെ കുടിക്കുകയാണ്. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ടാണ് ഇനി ബാക്കി എല്ലാ പരിപാടികളും. കാപ്പി കുടിച്ച് കഴിയുമ്പോഴേക്കും നമുക്കെല്ലാവരും നമ്മുടെ കളിക്കാനുള്ള ടീം കംപ്ലീറ്റ് വീട്ടിലെത്തി. സോ അവരുടെ കളിയൊക്കെ കഴിഞ്ഞ് അവരുടെ കൂടെ ഞാനും കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് കത്തി വെച്ചിരുന്നു. അമ്മമാരുടെയും ഒരു സംഗമമാണ് ആ സമയത്ത് അവിടെ. അപ്പോൾ എല്ലാവരും അത് വർത്താനൊക്കെ പറഞ്ഞ് പോയി. സോ ഞാൻ രാത്രിക്ക് പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലെ പോകുമ്പോഴത്തേനും. അപ്പോൾ അവൾക്കിന്ന് ചോറ് വേണ്ട അമ്മ എന്ന് പറഞ്ഞു. ശരി, എന്നാൽ ചോറ് വേണ്ട, നമുക്ക് ചപ്പാത്തിയും ചിക്കനും ഒക്കെ എന്ന് പറഞ്ഞു. ചപ്പാത്തിയും ചിക്കനും ഒന്നും ഇന്ന് ഇവിടെയുള്ള ഐറ്റംസ് അല്ല. സോ നമുക്ക് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാനുള്ളൊരു സമയമൊന്നും കിട്ടില്ല. കാരണം മോളുള്ള കാരണം കൊണ്ട് ചടപട്ടേന്ന് എന്താണോ തീരുക അതാണ് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കാറില്ല. കാരണം എന്നെ കൊണ്ട് പറ്റില്ല, അവനെയും വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ദൈവമേ ചില ഇംഗ്ലീഷുകാരുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ദൈവമേ കുട്ടീനെ അവർ പുറത്ത് കെട്ടിയിട്ട് സാധനങ്ങൾ ഉണ്ടാക്കണു, എന്തൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. മലയാളികൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എന്നൊക്കെ എനിക്ക് തോന്നും. പക്ഷെ എന്നെക്കൊണ്ട് ഇപ്പോൾ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അറിയില്ല. സോ എന്തായാലും അവനെ താഴെ വെച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസിൻ്റെ മുകളിലത്തെ പരിപാടികൾ കഴിഞ്ഞാൽ അവന് കയ്യിലെടുത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. അവൻ ബാഗിലിരിക്കുകയില്ല. നമ്മുടെ കങ്കാരി ബാഗ് ഉണ്ടല്ലോ, ക്യാരി ബാഗ് കുട്ടികളുടെ, ആ സാധനം അതിലിരിക്കാൻ അവന് ഇഷ്ടമല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷനും എനിക്ക് പോയി. സോ ഞാൻ വളരെ ഈസി ആയിട്ടൊരു ചിക്കൻ കറി തട്ടിക്കൂട്ടുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇഞ്ചി പച്ചമുളക്, നമ്മുടെ എല്ലാ സാധനങ്ങളും എന്താ പറയുക, സവോളയും തക്കാളിയും എല്ലാം ഞാൻ അങ്ങ് അടിച്ചു പേസ്റ്റാക്കി. അപ്പം നമുക്കത് വേഗമായി കിട്ടുമേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലോട്ട് ഞാൻ കുറച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ച് അതിലോട്ട് ഈ മിക്സ് അങ്ങ് ആഡ് ചെയ്തു. എന്നിട്ട് നമ്മുടെ പൊടികളൊക്കെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ അതിലോട്ട് ഇട്ട് അടച്ചു വെച്ചു. ഒറ്റ വിസിൽ ചിക്കൻ കറി റെഡി. അപ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ ഇപ്പോൾ എടുക്കാറുള്ളൂ. സോ അങ്ങനെയൊക്കെ ആയ കാരണം കൊണ്ട് നമ്മുടെ എന്നാലും ചിക്കൻ കറിക്ക് ടേസ്റ്റിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. നല്ല അടിപൊളി ചിക്കൻ കറി ആയിരുന്നു. അന്ന് രാത്രി ഡാഡിയും മമ്മിയും വന്നത് സർട്ടിഫൈ ചെയ്തിട്ടോ, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും അന്നത്തെ ചിക്കൻ കറി ഭയങ്കര എന്താ പറയുക സക്സസ് ആയിരുന്നു. കണ്ടോ അവൻ്റെ ചെക്ക അവിടെ വന്ന് നിൽക്കണുണ്ടോ, അവനെങ്ങനെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അത്രയും സന്തോഷം. അവൻ്റെ ഗ്യാസിൻ്റെ മുകളിൽ നമ്മൾ എന്തുണ്ടാക്കുകയാലും അത് കാണാൻ ഭയങ്കര ജിജ്ഞാസയാണ്. ദൈവമേ, ഭാവിയിൽ അവൻ ഒരു ഷെഫായോ. എൻ്റെ വീട്ടിലുണ്ട് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റുകാരൻ, എൻ്റെ ഹസ്ബൻഡ്. ഇന്നേ ഒരു മുട്ട പോലും പൊരിച്ചു തന്നിട്ടില്ല. ഇവനെങ്കിലും സാരില്ല, ഇവനിൽ നിന്ന് നമുക്കത് പ്രതീക്ഷിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടില്ല, അവന് ഭയങ്കര ഇൻട്രസ്റ്റാണ് നമ്മൾ കുക്ക് ചെയ്യണത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ ഉള്ള പരിപാടികളിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ വിസിലടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നും കൂടി കുറച്ച് നേരം ഞാനതിട്ടൊന്ന് വറ്റിച്ചെടുക്കും കേട്ടോ. ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു കട്ടി കുറവ് ഫീൽ ചെയ്യും എനിക്ക്. അപ്പോൾ അതെനിക്കിഷ്ടമില്ല, കുറച്ച് കട്ടി വേണം കറിക്ക്. സോ അപ്പോൾ ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ മൂപ്പര് സെറ്റാവും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു അടുപ്പിൽ നമ്മുടെ ചപ്പാത്തി ചൂടുന്നുണ്ട്. ചപ്പാത്തി ഇവ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും എന്ത് നല്ല കുട്ടിയേ, ഇതിൻ്റെ സ്വഭാവം ചില സമയത്ത് എനിക്ക് തന്നെ പിടിക്കില്ല. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആൾ വയലൻ്റ് ആവും. സോ അങ്ങനെ അവരൊക്കെ ബാക്കി പരിപാടികൾ വളരെ ഒറ്റക്കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പരിപാടികളായിരുന്നു. സോ ഞാൻ അവനെടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി അപ്പുറത്ത് ഇതിൻ്റെ മുകളിൽ ഉണ്ടാക്കും. ദെൻ എന്താ പറയുക, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഫുഡ് അടിക്കുക, കിടന്നുറങ്ങുക. കാരണം കാശുവിനധികം പഠിക്കാനുള്ള ഒരുപാട് സാധനങ്ങളൊന്നും കൊടുത്തു തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അത്ര ഒരു ടെൻഷൻ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇവനെ വെച്ചിട്ട് അവളെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ മുഴുവൻ വലിച്ച് നാശകോശം. അപ്പോൾ അവനെ വെച്ചിട്ട് പഠിപ്പിക്കുക, അവനെ വെച്ചിട്ട് കുക്ക് ചെയ്യുക എന്നൊക്കെ പറയണത് ഒരു ടാസ്ക്കാണ്. 1 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനറിയില്ലല്ലോ, അവനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിതിൽ വലിയ കുരുത്തക്കേടായിരുന്നു ചെറുപ്പത്തിൽ. സോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിപാടികൾ കേട്ടോ. പിന്നെന്താ, രാവിലെയാണ് എൻ്റെ എല്ലാ പരിപാടികളും തീരുക. കാരണം അവൻ കുറച്ച് നേരം കിടന്നുറങ്ങും രാവിലെ. അവൻ്റെ ഒരു 8 മണി 8:30 9 മണി വരെയൊക്കെ ചിലപ്പോൾ അവൻ കിടന്ന് ഉറങ്ങും. എല്ലാ ദിവസവും അങ്ങനെയാണെന്നല്ല, ചില ദിവസങ്ങളിലൊക്കെ. അതുകൊണ്ട് എൻ്റെ കാലത്ത് തന്നെ എൻ്റെ പരിപാടികളൊക്കെ ഒരുവിധം തീരും. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയാലും അതേപോലെ ലഞ്ചിൻ്റെ കാര്യങ്ങളായാലും. ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് രാത്രിക്കും പ്രിഫർ ചെയ്യാറ്. കാരണം നമുക്ക് രണ്ടാമത് കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ടാസ്ക് അല്ലേ. സോ എന്തായാലും അന്നത്തെ ചിക്കനും ചപ്പാത്തിയും കാശുവിനെ കൊണ്ട് കൊടുക്കുകയാണ്. അവൾ കഴിച്ച് നല്ലൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വ്ളോഗ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ